ക്രിസ്തു എല്ലാമാണെന്ന് പറയുമ്പോഴും ബേസിക് ക്രിസ്തു നമ്മളിലേക്ക് വരുന്നു എന്ന് പറയുമ്പോഴും ഉടമ്പടി വഴി ക്രിസ്തു നമ്മളിലേക്ക് വരുന്നു എന്ന് പറയുമ്പോഴും ഇൻ വാട്ട് ഫോം ജീസസ് കമ്മിങ് ടു അസ്, നമ്മളിലേക്ക് എങ്ങനെയാണ് ക്രിസ്തു എന്ത് ഫോമിലാണ് വരണത്? അത് നമുക്കറിയാം. ജീസസ് നമ്മളിലേക്ക് വരുന്നത് ഒറ്റ ഫോമിലാണ്. എന്താണ്? പവർ ഫോമിലാണ് വരുന്നത്. ജീസസ് ഒരേ സമയം വ്യക്തിയുമാണ്, പിന്നെ ആരാണ്? ശക്തിയുമാണ്. പക്ഷെ നമ്മളിലേക്ക് വരുന്നത് എന്ത് ഫോമിലാണ്? പവർ ഫോമിലാണ് വരുന്നത്. എന്നുവെച്ചാൽ ശക്തിയുടെ രൂപത്തിലാണ്. കൊളോസ്യസ് 1:24 യേശു ക്രിസ്തു ദൈവത്തിൻ്റെ ജ്ഞാനവും പറഞ്ഞ് ദൈവത്തിൻ്റെ ശക്തിയും. അപ്പം ദൈവം ബേസിക്കായിട്ട് എന്താണ്? സത്തയിൽ അവൻ ശക്തിയാണ്. ക്രിസ്തു എല്ലാമാണെന്ന് പറയുമ്പോൾ നിൻ്റെ ബലഹീനമായ എല്ലാ സാഹചര്യങ്ങളിലേക്കും ക്രിസ്തു വരും. അതുകൊണ്ട് രക്തസ്രാവക്കാരിയോട് പറയണില്ലേ, ആരാണ് എന്നെ തൊട്ടത്? അപ്പോൾ അപ്പോസ്തലന്മാർ ചോദിക്കും, എല്ലാവരും നിന്ന് തിക്കി ഞെരുക്കുകയില്ലേ അല്ലെന്ന് പറയുക. എല്ലാവരും തിക്കി ഞെരുക്കേണ്ട കാര്യമൊന്നുമില്ല. വിശ്വാസമുള്ളവൻ ഞെരുക്കുമ്പോഴാണ് ശക്തി വരണത്. അതാണ് വിഷയം. അപ്പോൾ ആരും എന്നെ തൊട്ടു എന്ന് പറഞ്ഞപ്പോൾ എന്നിൽ നിന്ന് ശക്തി നിർഗളിച്ചിരിക്കുന്നു. 8:46. അപ്പോൾ ക്രിസ്തു നമ്മളിലേക്ക് വരുന്ന ശക്തിയുടെ രൂപത്തിലാണ്. അതുകൊണ്ടാണ് രക്തസ്രാവങ്ങളും അരിശസ്സും PCOD ഒക്കെ സുഖപ്പെടാൻ കാര്യം അതാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഓൺലൈൻ ആരാധന കൂടുമ്പോഴും PCOD ഉള്ളവരും അരിശസ് ഉള്ളവരൊക്കെ അടിവയറ്റ് കൈവച്ച് പ്രാർത്ഥിക്കണം. ഓൺലൈൻ ആരാധന കൂടുമ്പോഴും ശ്വാസകോശ രോഗമുള്ളവരും, നെഞ്ചത്ത് കൈവച്ച് ഹൃദയ രോഗമുള്ളവരും, കരൾ രോഗമുള്ളവരും, ബിൽറൂബിനൊക്കെ എല്ലാം, അതുപോലെ കിഡ്നി ആണെങ്കിൽ ക്രിയാറ്റിൻ എല്ലാം നോർമലായി കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസത്തോടു കൂടി നമുക്ക് പ്രൊലോങ് ചെയ്യാൻ പറ്റും. കാര്യം അത് അച്ഛൻ അങ്ങനെ പറയുന്നത് കൊണ്ട് എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ കാലങ്ങളിലെല്ലാം ആൾക്കാർ പറഞ്ഞ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്കറിയാമല്ലോ, ഇന്ന് യൂട്യൂബ് നോക്കിയാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ സാക്ഷ്യമുള്ളത് എവിടെയാണ്? കൃപാസനത്തിൻ്റെ വെബ്സൈറ്റിൽ യൂട്യൂബിലാണ് ഉള്ളത്. അത് നിങ്ങൾ ഒരു സിനിമാ നടൻ കയറി കൊത്തില്ലേ, എന്താ പറഞ്ഞത്? ഞാനൊരു തേങ്ങായും ഞാൻ 12 വയസ്സിൽ കിഡ്നി രോഗം വരുന്ന ആന കൂന കല്ലാണെന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, എന്നിട്ട് ഒരു തേങ്ങയും നടന്നില്ലെന്ന് പറഞ്ഞു. അയാളെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് നമ്മൾ 3 സാക്ഷി വിട്ട് കല്ല് തെറിച്ച് പോണത്. ഉടമ്പടി ചെയ്യുമ്പോൾ കിഡ്നിക്കല്ല് തെറിച്ച് പോണത്, കിഡ്നിക്കല്ല് മൂത്രം ഒഴിക്കുമ്പോൾ കൈ കിട്ടണത്. അല്ല, എത്ര സാക്ഷ്യം കിട്ടണേ? എത്ര നിങ്ങൾ കണ്ടില്ലേ? അത് 2 ലക്ഷം പേര് കണ്ടിട്ടുണ്ട് ആ സാക്ഷ്യം. നമ്മൾ പോകണം നോക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ശക്തിയാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ ഈ ശക്തി വർക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നറിയാവോ? ഈ ശക്തി എപ്പോഴും ഇപ്പം നമ്മളും ശക്തിയായിട്ടിരുന്ന പണിയായിരിക്കും. നമ്മളിത്തിരി ബലഹീനമാകണം, എളിമപ്പെടണം. പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഇതിൻ്റെ മെക്കാനിസം പഠിക്കണം. ക്രിസ്തു ശക്തിയാണ്, കൊളോസ്യസ് 1:24. പക്ഷെ നമ്മളും ശക്തിയായിട്ടിരിക്കും. അത് നമ്മുടെ ശക്തിയായ എന്ത് ശക്തിയായിരിക്കും? അത് ലോകത്തിൻ്റെ ശക്തിയായിരിക്കും. മസിൽ പവർ, മണി പവറൊക്കെ ആയിരിക്കും അല്ലേ? മസിൽ പവർ, മണി പവർ. പിന്നെ ചില ആൾക്കാർക്ക് എഡ്യൂക്കേഷൻ ഉള്ള കാരണം പിന്നെ എനിക്ക് പ്രാർത്ഥിക്കേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കണ്ടാൽ മതി, സെല്യൂട്ട് ചെയ്തുകൊണ്ട് എടുക്കുമെന്ന് പറയും. ദാറ്റ്സ് ഓക്കെ. ചില പറയും എനിക്കെന്തിനാണ് പ്രാർത്ഥിക്കണം? ഞാൻ കഷ്ടപ്പെട്ടു, ഞാൻ പഠിച്ചു, എനിക്ക് ബുദ്ധിയുണ്ട്, ഞാൻ ജോലി ചെയ്തു, അല്ലെങ്കിൽ എനിക്ക് നല്ല മാർക്ക് കിട്ടും, എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, കൊണ്ട് കൊടുത്താൽ മതി, അപ്പോൾ തന്നെ എനിക്ക് ജോലി കിട്ടും, എനിക്ക് പ്രാർത്ഥിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ അയ്യോ ഭാവികളും വിവരമില്ലാത്തമാരല്ലേ പത്തിയും കൊണ്ട് നടക്കണം, അതൊക്കെ കുറച്ച് പേരുടെ വയറ്റിപ്പഴപ്പാണെന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ ഉടായ്പ നിരീശ്വരവാദികളും പറയും. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു അനുഗ്രഹം കിട്ടുക എന്നുള്ളത് വെറും നിസ്സാരമാണ്. കർത്താവ് എന്താ പറഞ്ഞത്? ദുഷ്ടൻ്റെ മേൽ ഞാൻ അനുഗ്രഹം തരും. അതിനിപ്പോൾ വിശ്വാസി ആയിരിക്കണം നിർബന്ധമില്ല. എലിമാസ് പറയുന്ന, ജോബിനോട് പറയുന്ന തർക്കങ്ങളൊക്കെ ഭയങ്കര രസമാണ് ബൈബിളിലെ. എലിഫാസ് എന്ന് പറഞ്ഞൊരു കൂട്ടുകാരനുണ്ട്, ജോബിന്. എലിഫാസ് ജോബിനോട് അയാളിങ്ങനെ രോഗം പിടിച്ചിരിക്കുന്ന സമയത്ത് പോയി കുറേ തർക്കം പറയുമ്പോൾ ജോബിനോട് എലിഫാസ് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് അത്? കർത്താവ് പിന്നീട് പറഞ്ഞിട്ടുണ്ട്, ദുഷ്ടൻ്റെ മേലും ഞാൻ, ഏത് നിരീശ്വരവാദി ആയാലും ശരി, ഞാൻ അവനെ അനുഗ്രഹിക്കും. ഒരു യുക്തിവാദിയായാലും നിരീശ്വരവാദിയായാലും ദൈവത്തെ അംഗീകരിക്കേണ്ട അല്ലെങ്കിലും നമുക്ക് അനുഗ്രഹം കിട്ടും. അത് പ്രാർത്ഥനയുടെ സബ്ജക്റ്റ് പോലും അല്ല. നിങ്ങൾ ദുഷ്ടനാണെങ്കിൽ അനുഗ്രഹം കിട്ടും എന്ന് പറയണ ആരാണ്? കർത്താവിൻ്റെ വചനത്തിലാണ് പറയണത്. നിങ്ങൾ ദുഷ്ടനാണെങ്കിൽ നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടും, ഒരു പ്രശ്നമില്ല. അനുഗ്രഹം കിട്ടണമല്ല വിഷയം ഇവിടെ. അതെന്താണ് വിഷയമെന്ന് ഞാൻ പറയാം. അതൊക്കെ മുമ്പ് നമ്മൾ യോബിൻ്റെ പുസ്തകം 22:17 ഏറ്റവും പറഞ്ഞു, അവർ ദൈവത്തോട് പറഞ്ഞു. ആരാണ്? ദുഷ്ടന്മാരുടെ കാര്യം പറയണേ. ഞങ്ങളെ വിട്ടകന്നു പോവുക, സർവശക്തന് ഞങ്ങളോട് എന്ത് ചെയ്യാൻ കഴിയും? ദൈവം എന്നാ ഒലത്തോന്ന് ചോദിക്കത്തില്ല, അതാണ് ചോദിക്കണത്. ഇങ്ങനെ ചോദിക്കുന്ന മനുഷ്യരുണ്ട്. ബൈബിളിൽ അത് പറഞ്ഞിരിക്കണം നേരിട്ട്. ഇങ്ങനെ നമ്മുടെ ചെവിക്ക് പിന്നെ ഉടമ്പടിയെടുത്ത് എന്നാ വലുതാനാ എന്ന് ചോദിക്കുന്ന അത് അങ്ങനെയുള്ളവരെ ബൈബിള് ദുഷ്ടന്മാരുടെ കൂട്ടത്തിൽ പിടിക്കണം, വിശ്വാസമില്ലാത്ത ആൾക്കാരുടെ കൂട്ടത്തിൽ പെടുത്തിരിക്കണം. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ 22:17 അവർ ദൈവത്തോട് പറഞ്ഞു, ഞങ്ങളെ വിട്ട് അകന്നു പോവുക, സർവശക്തന് ഞങ്ങളോട് എന്ത് ചെയ്യാൻ കഴിയും? പക്ഷേ 18-ാം വാക്യം എന്താ?
അങ്ങനെ പറഞ്ഞിട്ടും അവൻ ദുഷ്ടനാണെങ്കിലും ദൈവത്തെ തള്ളിപ്പറഞ്ഞെങ്കിലും എന്നിട്ടും അവിടുന്ന് അവരുടെ ഭവനങ്ങളെ നന്മകൾ കൊണ്ട് നിറച്ചു. ദിസ് ഈസ് ഗോഡ്. പിടികിട്ടിയ അവൻ ദൈവത്തിന് എതിർത്ത് നിൽക്കുന്ന ആളാണ്. ദൈവത്തിനെ കൊണ്ട് എന്നാ കാണിക്കാനാണെന്ന് ചോദിക്കുന്ന ആളാണ്. എന്നിട്ട് പോലും അതുകൊണ്ടാണ് നമ്മളോർക്കണ പള്ളിയില്ല, പട്ടക്കാറില്ല, ദുഃഖ വെള്ളിയാഴ്ച വരുമ്പോൾ പള്ളിയിൽ പോകാത്ത ആൾക്കാരെയൊക്കെ വലിയ കോടീശ്വരന്മാരായിട്ടും കാനഡ അവിടെയൊക്കെ പോയി 4 നേരം വീടൊക്കെ വെച്ച് 5 കാറും മേടിച്ച് നടക്കുന്ന പാർട്ടിയില്ലേ. എന്താ പ്രശ്നം? ഇതാണ് സംഭവം. ദൈവത്തിനെ തള്ളിപ്പറഞ്ഞാലും അതൊന്നും അനുഗ്രഹത്തിന് ബ്ലോക്ക് ചെയ്യണതല്ല. അതാണ് പറയണത്. അതിൽ 22:17 അവർ ദൈവത്തോട് പറഞ്ഞു, ഞങ്ങളെ വിട്ടുപോവുക, സർവശക്തന് ഞങ്ങളോട് എന്ത് ചെയ്യാൻ കഴിയും? എന്നിട്ടും അവിടുന്ന് പറഞ്ഞ എന്നിട്ടും 22:18 എന്നിട്ടും അവിടുന്ന് അവരുടെ ഭവനങ്ങളെ നന്മകൾ കൊണ്ട് നിറച്ചു. ഇതാണ് ഇതിനകത്ത് വരുന്ന വിഷയം. അതായത് ദുഷ്ടൻ്റെ, ഇതാണ് ഈശോ 10:45 പറയണത്. മത്തായിയുടെ സുവിശേഷം എന്താ പറയണത്? ദുഷ്ടൻ്റെ മേലും ഞാൻ മഴ പെയ്യിപ്പിക്കും, ശിഷ്ടൻ്റെ മേലും ഞാൻ വെയിലുദിപ്പിക്കും. അപ്പം നമ്മുടെ പ്രാർത്ഥനയുടെ ബേസിലല്ല ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത്. പിന്നെ പ്രാർത്ഥനയുടെ ബേസ് എന്താണ്? കിട്ടണ അനുഭവം, കിട്ടണ അനുഗ്രഹമില്ലേ. നമുക്ക് എന്ത് കിട്ടിയാലും നമുക്കത് അനുഭവവേദ്യമാകണ്ടേ? അതാണ് പ്രശ്നം. അനുഭവമാണ് പ്രോബ്ലം, അനുഗ്രഹമല്ല വിഷയം. നിങ്ങൾ എന്ത് അനുഗ്രഹം കിട്ടിയാലും അത് അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ സംരക്ഷണം വേണം. അതാണ് വിഷയം. എന്ത് അനുഗ്രഹിക്കണമെന്ന് അനുഗ്രഹം കിട്ടണമെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക പോലും വേണ്ട. അത് നമ്മൾ ജനിച്ചപ്പോൾ തന്നെ ദൈവം പറഞ്ഞതാണ്. പെരുകി വർദ്ധിക്കും, ഭൂമിയെ കീഴടക്കാൻ പറഞ്ഞതാണ്. അപ്പോൾ മക്കളുണ്ടാകാനോ വിവാഹം കഴിക്കാനോ സ്ഥലം മേടിക്കാനോ ഒന്നും ആദ്യമേ കൊടുത്തിരിക്കുന്ന ജനറ്റിക്കൽ ബ്ലെസ്സിങ്സിലുള്ളതാണ് ഇതെല്ലാം. അത് ഏത് ജാതിക്കാരനായാലും ദുഷ്ടനായാലും നിരീശ്വരവാദിയായാലും ഫിസിക്കൽ ബ്ലെസ്സിങ്സ് ഒക്കെയാണ്, ഉറപ്പാണ്. പക്ഷേ എന്താണ് ഉറപ്പല്ലാത്തത്? അനുഭവിക്കാനുള്ള യോഗ്യത. അതാണ് ജോബ് 1:10 പറയണത്. ജോബ് 1:10 എന്താ പറഞ്ഞിരിക്കുന്നത്? ദൈവം അവനെ സംരക്ഷിച്ചു. എന്തിനാണ്? വെയിൽ കെട്ടി സംരക്ഷിച്ചു. എന്തിന്മേൽ? അവൻ്റെ വസ്തുവകകളുടെ മേൽ. അതാണ് സംരക്ഷണം. ആ സംരക്ഷണം എടുത്ത് മാറ്റി കഴിയുമ്പോൾ എന്ത് പറ്റും? സത്താൻ പറഞ്ഞത് അതാണ്, അവനെ ഞങ്ങൾ തകർത്ത് കളയും. പക്ഷേ ഒരു പണിയുണ്ട്, നീ ഇതിൻ്റെ വെയിൽ ഒന്ന് പൊളിക്കാൻ അനുവാദം തന്നെ പറയും. ജോബ് 1:10. നീ അവനെ ചുറ്റും വെയിൽ കെട്ടി അവനെ സംരക്ഷിക്കുകയല്ലേ, അവൻ്റെ വസ്തുവകകൾ സംരക്ഷിക്കുകയല്ലേ. നമ്മുടെ സ്ഥാവര ജംഗമ വസ്തുക്കളും സൗന്ദര്യം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ദൈവം സംരക്ഷിക്കുന്നിടത്തോളം കാലം അത് നിൽക്കും. പക്ഷേ സംരക്ഷിക്കണില്ലെങ്കിലോ ഇപ്പം നിങ്ങൾ എന്തെങ്കിലും കോസ്മെറ്റിക് ഉപയോഗിച്ചുകൊണ്ട്, ഇപ്പം ഞാൻ ഇസ്രയേലിൽ ചെന്നപ്പോൾ അവിടുത്തെ മദാമമാരൊക്കെ അവിടെ യൂറോപ്പിൽ നിന്ന് വന്ന മദാമമാർ നമ്മുടെ ചാവുകടൻ്റെ അടുത്ത് പോയി അവിടുത്തെ ചെളി വാരി തേച്ച് ഇങ്ങനെ പിശാചിനെ പോലെ നിൽക്കുകയാണ്. അപ്പോൾ എന്താ ചോദിച്ചതെന്ന് വെച്ചാൽ ചെളിയുടെ അകത്തൊക്കെ കോസ്മെറ്റിക്സ് ഉണ്ടെന്നാണ് പറയണത്. അതായത് ഈ തൊലിയൊക്കെ മിനുസം വരണ കോസ്മെറ്റിക്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ ജീവിതകാലം മുഴുവൻ ഇത് വരച്ചത് തെച്ച് നിന്നാൽ മതിയല്ല, വേറെ പ്രസവമൊന്നുമില്ല. കാര്യം ഓരോ മനുഷ്യപ്പെടുന്ന പാടില്ലേ. പക്ഷേ എങ്ങനെ പാടുപെട്ടാലും ആ സമയമാകുമ്പോൾ, ഇപ്പോൾ നമ്മൾ കുഞ്ഞുനാൾ മുതലേ കോസ്മെറ്റിക്സ് ഉപയോഗിക്കുന്നവരില്ലേ. ഞാനൊരു വീഡിയോ എഞ്ചരിക്കാൻ ചെന്നപ്പോൾ അവൾ 9ാം ക്ലാസ്സിൽ പഠിക്കണ കൊച്ച് അമ്മ ഓരോ കാര്യങ്ങൾ, അവളുടെ കാര്യങ്ങൾ സർട്ടിഫിക്കറ്റ് കാണിച്ച കൂട്ടത്തിൽ അവളുടെ പ്രൈവറ്റ് അലമാരി തുറന്നപ്പോൾ അവിടെ സർട്ടിഫിക്കറ്റ് കാണിക്കാൻ വേണ്ടി തുറന്നതാണ്. പക്ഷേ ആ സർട്ടിഫിക്കറ്റ് അല്ല ഇതിൻ്റെ തിരിക്കണത്. സർട്ടിഫിക്കറ്റ് കുറച്ചൊക്കെ ഉണ്ട്, പക്ഷേ എല്ലാത്തിലും ഓരോ തരത്തിലുള്ള ഫേസ് ക്രീംസ് ഇരിക്കുകയാണ്, എല്ലാ തരത്തിലും, എല്ലാ വിഷയം. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ അങ്ങനെ തന്നെയൊക്കെ അവരെ പഠിപ്പിച്ചുകൊണ്ട് വരണതാണ്. അമ്മ കുറച്ച് ബ്യൂട്ടി കോൺഷ്യസ് ഓവറായിട്ടുള്ള ആളാണ്. പക്ഷേ എന്നാ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഈ ബോഡി താങ്ങത്തില്ല, കെമിക്കലല്ലേ സാധനം മുഴുവനും. അതുകൊണ്ട് നമ്മൾ 40 വയസ്സാകുമ്പോൾ ഒരു 90 വയസ്സിൻ്റെ ലുക്ക് ഉണ്ടാകും. പിന്നെ ഇതിൻ്റെ പുറകെ ഇവരുടെ കമ്പനിക്കാരുടെ അടിമയായിട്ട് നടക്കേണ്ടി വരും. ബ്യൂട്ടീഷ്യൻസൊക്കെ ഉണ്ടെങ്കിൽ എന്നെ വഴക്കൊന്നും പറയരുത് കേട്ടോ, ഞാൻ ചുമ്മാ ഒന്ന് കണ്ട കാര്യം പറഞ്ഞതേ ഉള്ളൂ. എന്നുവെച്ചാൽ ഓവറായിട്ട് നിങ്ങൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾ അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യരുതെന്നാണ് ഞാൻ പറയണത്. കാര്യം അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ, അതായത് ഈ പ്രൊട്ടക്ഷൻ എന്ന് ഈ സമ്പത്തിന് ഇതുപോലെ തന്നെ സംഭവം വരുന്നത്. അതായത് നിങ്ങൾക്ക് സമ്പത്തുണ്ടാകാം, പക്ഷെ ഒരു മനുഷ്യനെ അത് അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? സമ്പത്തുണ്ടാകാം, പക്ഷെ അനുഭവിക്കാൻ പറ്റണില്ല. കുട്ടികളുണ്ടാകാം, അനുഭവിക്കാൻ പറ്റണില്ല. കുട്ടികളുണ്ടാകുകയെ, പക്ഷേ കുട്ടികളെ കൊണ്ടാണല്ലോ ഇപ്പോൾ എല്ലാ അസമാധാനമായി അനുഭവിക്കണം പലരും. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ സാക്ഷ്യം എന്താണ്? ഒരു മകനുണ്ട്, വണ്ടി ഇടിച്ച് മരിച്ചു. അവർക്ക് മകനുണ്ട്, 21 വയസ്സുള്ള മകൻ. ഞാൻ എല്ലാ ദിവസവും ഇത് പറയുന്നുണ്ട്. കാര്യം ഈ സാക്ഷ്യം നല്ലൊരു സാക്ഷ്യമായത് കാരണം ഇതിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങൾ ഈശോ പറഞ്ഞുകൊണ്ടിരിക്കും. കാര്യം അവർക്ക് 54-55 വയസ്സുണ്ട്. അപ്പോൾ 54-ാമത്തെ വയസ്സിൽ ഇവരുടെ മകൻ, 21 വയസ്സുള്ള മകൻ വണ്ടി ഇടിച്ച് മരിച്ചു. അപ്പോൾ അതിൻ്റെ സങ്കടവും സഹിക്കാൻ പറ്റത്തില്ല. ഇനി ഒരു മകനേ ഉള്ളൂ. എന്തായിരിക്കും? അവർ പറഞ്ഞ് ഭ്രാന്ത് പിടിച്ചു പോയെന്ന് പറഞ്ഞു. ഭ്രാന്ത് പിടിച്ചു പോയി. പക്ഷെ ഒരു കാര്യമുണ്ട്, എന്ത് പിടിച്ചു പോയെങ്കിലും ഇവർ ഈ ഭർത്താവും ഭാര്യയും ഒരു കാര്യം അവരുടെ സാക്ഷ്യത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, ഇങ്ങനെ മകൻ ഒന്നിലൊരു മകനാണെങ്കിലും
വണ്ടി ഇടിച്ച് മരിച്ചാണെങ്കിലും അവിടെ ജീവിതത്തിൽ വരെ മക്കളില്ലെങ്കിലും അതിനെ ഓർത്ത് ജീവിതകാലം മുഴുവൻ നരകിച്ച് ഓർത്ത് മരിക്കേണ്ട ആളാണെങ്കിൽ പോലും ഇവരൊരു കാര്യം ചെയ്തു. എന്താണ്? അവരുടെ പ്രാർത്ഥന പോയില്ല. അതാണ് സംഭവം. അവർ 1 മണി വരെ നിന്ന് പ്രാർത്ഥിക്കും, ഭാര്യയും കൂടി. അതാ സാക്ഷ്യം. ഞാൻ രണ്ടാമത് ഇട്ടിട്ടുണ്ട്, അത് വീണ്ടും ഇട്ടിട്ടുണ്ട്. 55 വയസ്സുള്ള സാക്ഷ്യം, 55 വയസ്സുള്ളവർക്ക്. പക്ഷേ അവർക്ക് ഇങ്ങനെ 1 മണി വരെ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവരോട് പറഞ്ഞു, വിഷമിക്കേണ്ട, നീ ഒന്നുകൂടി പ്രഗ്നൻ്റ് ആകാൻ വേണ്ടി പറഞ്ഞു. 54-ാമത്തെ വയസ്സിലേ ഒന്നുകൂടി പ്രഗ്നൻ്റ് ആകാൻ. അവർ കൊച്ചു ജനിക്കുകയാണെങ്കിൽ 60 വയസ്സിൽ വലിയമ്മച്ചിക്ക് അമ്മാമ്മയുടെ പ്രായമുള്ളപ്പോൾ ഒരു കുഞ്ഞിനെ കിട്ടും. അതെന്ത് വർക്കൗട്ട് ചെയ്യാത്ത കണ്ടീഷനാണത്. പക്ഷേ എങ്കിലും അവർ പ്രാർത്ഥനയെ തോന്നിച്ചതല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് അവർ പിറ്റേ ദിവസം ഡോക്ടറെ അടുത്ത് പോയി. ഡോക്ടർ പറഞ്ഞത് എന്ത് ഭ്രാന്താണ് ഈ കാണിക്കാൻ പോണത്? ആപ്പാടെ ഇപ്പം തന്നെ ഒരു മകൻ 21-ാം വയസ്സിൽ മരിച്ചിട്ട് അതിൻ്റെ സങ്കടം താങ്ങാൻ നിങ്ങൾക്ക് പറ്റണില്ല. ഇനി ഈ ഒട്ടിസമൊക്കെ പിടിച്ചൊരു കൊച്ചായിരിക്കും വരാൻ പോകുന്നത്. എന്താ കാര്യം? 54-ാം വയസ്സിലല്ലേ, അപ്പോൾ പ്രസവിക്കുമ്പോൾ 55 വയസ്സ് നിങ്ങൾക്ക് ഉണ്ടാകും. അപ്പോൾ അവന് വല്ല ഡൗൺ സിൻഡ്രോമോ വല്ലതൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഇരട്ടി സങ്കടമാകും എന്ന് പറഞ്ഞ്. അപ്പോൾ അതുകൊണ്ടൊന്നും അത് ട്രൈ ചെയ്യേണ്ട, അത് വെറുതെ വിട്ടേക്കാൻ പറഞ്ഞു. അപ്പോഴവർക്ക് തോന്നി, രാത്രി 1 മണിക്ക് പ്രാർത്ഥിച്ചപ്പോഴല്ലേ വീണ്ടും പ്രഗ്നൻ്റ് ആകാൻ ഈശോ പറഞ്ഞത്. അപ്പോൾ രണ്ടുപേരും കൂടിയാണ് പ്രാർത്ഥിക്കുന്നത്. ഉടനെ അവർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ആലപ്പുഴ വന്ന് തൃശ്ശൂർക്കാരാ ആലപ്പുഴ വന്ന് ഉടമ്പടി ചെയ്യാമെന്ന് പറഞ്ഞു. ഉടമ്പടി ചെയ്യാൻ വേണ്ടി അവർ ഇവിടെ വന്ന് ഉടമ്പടി ചെയ്യാൻ, അമ്മേ ഒരു കുഞ്ഞിന് വേണ്ടി ഉടമ്പടി ചെയ്യാൻ വന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പ്രാർത്ഥിച്ചിട്ട് ഉടമ്പടി, ഒരു കുഞ്ഞെന്ന് പറഞ്ഞ് ഉടമ്പടി എഴുതി. ഉടമ്പടി ചെയ്ത് ഇവർ ഇറങ്ങി. ഇവിടുന്ന് ഇവർ ചേർത്തല ചെന്നപ്പോൾ തന്നെ ഇവർ ഡോക്ടർ വിളിച്ച്, എന്തോ ഒരു മിറക്കിൾ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. എന്താ ഡോക്ടറെ? അല്ല, നിങ്ങളുടെ സ്കാൻ ചെയ്ത ഗർഭപാത്രമൊക്കെ ആൾ സ്കാൻ ചെയ്തായിരുന്നേ. ആ സ്കാനിങ്ങിൽ അപ്പം കണ്ട വടുക്കളല്ല ഇപ്പം കാണുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ഗർഭപാത്രം യൗവനം പ്രാപിച്ചിരിക്കുകയാണ്. അത് 35 വയസ്സുകാരുടേതായിട്ട് മാറിയെന്ന്. ഒരു ഉടമ്പടി കൊണ്ടുണ്ടാകുന്ന വിഷയം കണ്ടില്ലേ? രാവിലെ സ്കാൻ ചെയ്ത് ഇത് എന്ത് മിറക്കിളാന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോലും പറ്റണില്ല. സ്കാൻ ചെയ്തപ്പോൾ ഇത് ഭയങ്കര പ്രാകൃതമായ ഗർഭപാത്രമാണ്, ഇതിനകത്തൊന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞ ആൾ പറയുകയാണ്, ഇത് ചേഞ്ച് ചെയ്തല്ല, മിറക്കിൾ സംഭവിച്ചില്ല, 35 വയസ്സുകാരത്തിലെ ഗർഭപാത്രം പോലെ ചേഞ്ച് ചെയ്തല്ല എന്ന് പറഞ്ഞു. നിങ്ങൾ എപ്പം വരാൻ പറഞ്ഞു. അവരവിടെ ചെന്നു, ഡോക്ടറിൻ്റെ ട്രീറ്റ്മെൻറ്റ് കിട്ടി. അതിനുശേഷം ഇവർ നാച്ചുറലായിട്ട് തന്നെ പ്രഗ്നൻ്റ് ആയതിനു ശേഷം ഡോക്ടർ പിന്നെയും പറയും, സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ ഇടയ്ക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറയും റിസ്ക് ആണെന്നൊക്കെ പറയും. അപ്പോൾ പറയും ഡോക്ടർ, ഇവർ പറയും റിസ്ക് അല്ല ഡോക്ടറെ. എന്താണ്? അമ്മ തന്ന കുഞ്ഞല്ലേ, റിസ്ക് ആർക്കാണ്? നമുക്ക് റിസ്ക് ഇല്ലല്ലോ. ആർക്കാണ് റിസ്ക്? അമ്മയ്ക്കല്ലേ റിസ്ക്. അതാണ് അവരുടെ വിശ്വാസം. അടിപൊളി ഒരു കൊച്ച്. ആ സാക്ഷി, അതായത് അതിനെ കൊണ്ടുവന്ന് അപ്പനും അമ്മയും കൂടി കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവർ കുഞ്ഞിനെ കൊണ്ടുവന്ന് സാക്ഷ്യം പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർക്കിയിരുന്നേ, കുഞ്ഞിനെ കൊണ്ട് സാക്ഷ്യം പറഞ്ഞപ്പോൾ സാക്ഷ്യം കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് എന്താണെന്നറിയാമോ? പെട്ടെന്ന് വേറൊരു സങ്കീർത്തനം. നമ്മുടെ ഈ ബൈബിളിലുള്ളൊരു പ്രത്യേകത, ബൈബിള് എന്ന് പറയുന്നത് വാഗ്ദാനമാണ്. ഇതിൻ്റെ പേര് തന്നെ വാഗ്ദാനത്തിൻ്റെ പുസ്തകം എന്നാണ്. മറിയത്തിനെ നമ്മൾ വിളിക്കുന്നത് വാഗ്ദാനത്തിൻ്റെ പേടകമെന്നാണ്. എന്ന് വെച്ചാൽ ദൈവം ഒരു മനുഷ്യൻ നശിച്ചു പോകുമ്പോൾ ഏതവസ്ഥയിലും അവനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള മുഴുവൻ സംവിധാനത്തിൻ്റെ പേരാണ് വാഗ്ദാനമെന്ന്. ദൈവം വാക്കിൽ ദാനം വെച്ച് തന്നിരിക്കുന്നത്. ഈ ദാനം എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാ മെയിൻ്റനൻസിനും വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പരിപാലനയുടെ ഭാഗമാണ് ദാനം. ഇവരെന്നാ ചെയ്തിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ സന്തോഷിച്ചല്ലേ ഇവർ സാക്ഷ്യം പറയണത്. ഇവരുടെ വിഷയം എന്താണ്? ഇവർക്ക് പഴയ കുഞ്ഞിനെ അനുഭവിക്കാൻ പറ്റാഞ്ഞാണ് ഇവരുടെ പ്രശ്നം. അവൻ 21 വയസ്സ് വരെ ജീവിച്ചപ്പോൾ അവന് അനുഭവിക്കാൻ പറ്റിയില്ല. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അനുഗ്രഹം കിട്ടുന്നതല്ല പ്രശ്നം, അനുഭവിക്കാൻ പറ്റണം. ആ കൊച്ചിനെ കിട്ടിയില്ലേ, 21 വയസ്സ് വരെ വളർത്തിയില്ലേ, പക്ഷേ ആ വണ്ടി ഇടിച്ച് മരിച്ചില്ലേ, അതിൻ്റെ അർത്ഥം എന്താണ്? അനുഭവിക്കാൻ അതിന് യോഗ്യമില്ല. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ അനുഗ്രഹമല്ല ചോദിക്കേണ്ടത്, കിട്ടണ അനുഗ്രഹം അനുഭവിക്കാനുള്ള യോഗ്യത. അതിനാണ് ജോബ് പറയണത്. അവൻ്റെ സമ്പത്തിന് ചുറ്റും വെയിൽ. സമ്പത്ത് ഉണ്ടായിട്ട് കാര്യമില്ല, ദൈവത്തിൻ്റെ സംരക്ഷണം കിട്ടണം. ഈ കൊടുത്ത പോയിന്റ് പിടികിട്ടിയോ? സമ്പത്തുണ്ടാകാം, പക്ഷേ ദൈവത്തിൻ്റെ സംരക്ഷണം കിട്ടണം. ദൈവത്തിൻ്റെ സംരക്ഷണം സമ്പത്തിന് കിട്ടണമെങ്കിലേ ദൈവം പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണം. 16:20 എന്താ പറയണത്? കർത്താവ് അവരോട് കൂടെ പ്രവർത്തിച്ചെന്ന്. കർത്താവ് നിൻ്റെ സമ്പത്തിനെ കൊണ്ട്, പക്ഷേ കർത്താവ് നിൻ്റെ കൂടെ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ നിൻ്റെ സമ്പത്ത് നിനക്ക് അനുഭവിക്കാൻ പറ്റാതെ വരും. അതല്ലേ ഇപ്പോൾ കാണും ചില ആൾക്കാരൊക്കെ കോടിക്കണക്കിന് പലിശ വാങ്ങിച്ച ആൾ എന്തുകൊണ്ടാണ് ഡൽഹിയിൽ പോയി മോളിൽ നിന്ന് ചാടിച്ചത്തത്? അനുഭവിക്കാൻ യോഗ്യ സമ്പത്ത് ഉണ്ടായിട്ട് കാര്യമില്ല. അവനേത് വേന്ദ്രനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവത്തിൻ്റെ കൂടെ ഉണ്ടാകണം, ദൈവത്തിൻ്റെ അനുഗ്രഹവും അത് ദൈവത്തിൻ്റെ സംരക്ഷണം ഉണ്ടാകണം. അതുപോലെ തന്നെ ഇവർക്ക് ആദ്യത്തെ കുഞ്ഞിന് സംരക്ഷണം കിട്ടിയില്ല. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ വണ്ടിയുടെ സംരക്ഷണം കിട്ടുക. അതായത് ചില മക്കൾ ദൈവത്തിൻ്റെ ഏതെങ്കിലും വഴികളിൽ നമുക്ക് ഏതെങ്കിലും കാലത്ത് ദൈവത്തെ മറന്നാൽ നമുക്ക് മക്കളുടെ സംരക്ഷണം പോകും. ഈ ലവ് ജിഹാദൊക്കെ അങ്ങനെ വരണതാണ്. മക്കൾ വണ്ടി ഇടിച്ച് മരിക്കും തന്നെ കർത്താവിൻ്റെ വചനത്തിലുണ്ട്.
സംരക്ഷണം കിട്ടാത്തത് കൊണ്ടാണ് മക്കൾ അപകടപ്പെട്ട് മരിക്കും. 65:24 ശ്രുതികടെ ഹല്ലേലൂയ. അവർക്ക് ജനിക്കുന്ന ശിശുക്കൾ അത്യാഹിതത്തിന് ഇരയാവുകയില്ല. വചനം പറഞ്ഞോളൂ. 65:23 യെശയ്യാ 65:23 അവർക്ക് ജനിക്കുന്ന ശിശുക്കൾ അത്യാഹിതത്തിന് ഇടയാവുകയില്ലെന്ന് പറഞ്ഞാൽ ആർക്കാണെന്ന് അറിയാവോ? അനുഗ്രഹം അനുഭവിക്കാൻ വേണ്ടി അഭിഷേകം കിട്ടി. അനുഗ്രഹം കിട്ടി മാത്രം കാര്യമില്ല. നിങ്ങളിപ്പോൾ മക്കളെ വെക്കണം, മക്കളെ കിട്ടണം അല്ലെങ്കിൽ ഞാൻ കെട്ടി തൂങ്ങി ചാവുമെന്നൊക്കെ പറഞ്ഞ് നടക്കണില്ലേ? മക്കളെ കിട്ടണമെന്നല്ല പറയണത്. ചില ആൾക്കാർ പ്രഗ്നൻ്റ് ആയാൽ പിന്നെ പള്ളിപ്പോലും പോകത്തില്ല. പിന്നെ എങ്ങനെ സംരക്ഷണം കിട്ടണം? ഇവിടുത്തെ പ്രശ്നം അതല്ലേ? പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ആ വകുപ്പിൽ ഈ പെരുമ്പാമ്പ് കിടക്കണ പോലെ വീട്ടിൽ മലന്ന് കിടക്കുന്ന ചുണ്ടുകൂടി കിടക്കണ കാരണം പള്ളിയുമില്ല, പട്ടക്കാരനുമില്ല, പ്രാർത്ഥനയില്ല, ഒന്നുമില്ല. അതിന് അവളെ എല്ലാവരും ശുശ്രൂഷിച്ച് ഈ വെണ്ണപ്പാളി പോലെ ഇരുന്ന ആളെ ശുശ്രൂഷിച്ച് അവസാനം പ്രസവിക്കും. ആ പ്രസവിക്കുന്ന കൊച്ചിന് എങ്ങനെ സംരക്ഷണം കിട്ടും? അതാണ് ഈ ഐസയ വചനം അറിയാത്തതുകൊണ്ട് സംഭവിക്കണതല്ലേ. നിങ്ങളെന്താ ചെയ്യേണ്ടത്? വചനം ഇപ്പോഴത്തെ ചെറുപ്പക്കാരായിട്ടുള്ള മക്കളെന്താ ചെയ്യണത്? അവർ വചനം അറിയാവുന്നത് എന്താ ചെയ്യണത്? അവർ 90 സങ്കീർത്തനം 91 സങ്കീർത്തനമൊക്കെ ഈ പ്രകടനാകണ സമയം മുതൽ വയറ്റ് കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. എന്ന് പറയാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളെ എനിക്കറിയാം. അതായത് അവർ പറയും, കർത്താവേ നീ തന്ന കുഞ്ഞാണ്, നീ തന്നെ വളർത്തണം, നിൻ്റെ കുഞ്ഞാണ് എന്ന് പറയും. നിൻ്റെ കുഞ്ഞാണെന്ന് പറയുമ്പോഴാണ് ദൈവ സംരക്ഷണം നമുക്ക് ലഭിക്കണത്. അല്ലാതെ നമ്മൾ എൻ്റേതാണെന്ന് എപ്പോഴെങ്കിലും നീ എന്തെങ്കിലും കാര്യം എൻ്റേതാണെന്ന് പറഞ്ഞു പോയാൽ, എൻ്റെ വിദ്യാഭ്യാസം ഞാനാണ് പഠിച്ചത്, എനിക്കാണ് ബുദ്ധി, എൻ്റെ ബുദ്ധി കൊണ്ടാണ് ഞാൻ മൊഡ്യൂൾസിലെല്ലാം പാസ്സായത്, എൻ്റെ കഴിവുകൊണ്ടാണ് ഞാൻ ജർമ്മനി പോയതെന്നൊക്കെ പറഞ്ഞാൽ സംരക്ഷണം പോകും. നിങ്ങളാണ് നിങ്ങളുടെ സംരക്ഷണം കളയണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അഹങ്കാരം കാണിക്കുമ്പോഴാണ് സംരക്ഷണം പോണത്. മറിച്ച് സംരക്ഷണം കിട്ടണമെന്നുണ്ടെങ്കിൽ എളിമപ്പെടണം. എന്ന് വെച്ചാൽ നിങ്ങളുടെ അനുഗ്രഹം ഇപ്പോൾ 1 Petrus 3:9 എന്താ പറയണത്? 1 Petrus 3:9 അനുഗ്രഹം അവകാശമാക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞേ. അനുഗ്രഹം അവകാശമാക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. അപ്പോൾ അനുഗ്രഹം നമുക്ക് അവകാശമായിട്ട് കിട്ടാം. പക്ഷെ ചില അവകാശങ്ങൾ നമുക്ക് അനുഭവിക്കാൻ യോഗ്യത ഉണ്ടാകത്തില്ല. ചില അനുഗ്രഹങ്ങൾ നമുക്ക് അനുഗ്രഹങ്ങളെല്ലാം അവകാശങ്ങളാണ്, പക്ഷേ ചില അവകാശം നമുക്ക് അനുഭവിക്കാൻ പറ്റത്തില്ല. അവകാശമായിരിക്കും. അതാണ് കർത്താവ് ധൂർത്തപുത്രൻ്റെ കഥ പറയണത്. ഒരപ്പന് 2 മക്കളുണ്ടായിരുന്നു. 2 പേർക്കും ഇളയ മകൻ അവനോട് പറഞ്ഞു, എൻ്റെ അനുഗ്രഹം, എൻ്റെ അവകാശം ഇങ്ങോട്ട് തന്നേക്കാൻ പറഞ്ഞു. പിന്നെ എന്ത് ചെയ്ത്? അവൻ കൊടുത്തപ്പോൾ നാട്ടിൽ നിന്നില്ല. അവൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. ദൈവത്തിന് അവകാശം കൊടുത്തവൻ്റെ അവകാശം മേടിച്ചുകൊണ്ട് അപ്പനെ ഉപേക്ഷിച്ചുകൊണ്ട് അവൻ പോയി കഴിയുമ്പോൾ പിന്നെ സംഭവിക്കുന്നത് എന്താണ്? തുണിയില്ലാണ്ട് അവൻ തിരിച്ചു വരുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. നിൻ്റെ അവകാശം നീ നേടും, പക്ഷേ നീ അവസാനം ഗതികെട്ടവളായി തിരിച്ചു വരും. ദൈവത്തെ മറന്നാൽ. മൂത്ത മകൻ ദൈവത്തെ മറന്നില്ല. എന്ത് അവകാശം നിനക്ക് കിട്ടും, എന്ത് പ്രാർത്ഥിച്ചാലും ദൈവം തരും, പക്ഷെ തന്നതിന് ശേഷം നീ ദൈവത്തെ മറക്കരുത്. അവിടെയാണ് ആൾക്കാർക്ക് പറ്റണത്. അനുഭവിക്കാനുള്ള യോഗ്യത എന്ന് പറഞ്ഞത് അതാണ്. അവർ വീടുകൾ വെക്കും, അത് താമസിക്കും. കണ്ടവൻ വന്നാൽ വീട്ടിൽ താമസിക്കത്തില്ലെന്ന്. അത് ഐസയുടെ വചനമാണ്. ഐസയ 65 വചനമാണ്. 21, 22 അവർ വീടുകൾ വെക്കും, അതിൽ താമസിക്കും. മറ്റ് അന്യന്മാർ വന്ന് അത് താമസിക്കത്തില്ല. നിങ്ങൾ വീടിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ദൈവം വീട് തരും. പക്ഷെ നാളെ ജപ്തി ചെയ്ത് പോയാലോ, അല്ലെങ്കിൽ വാടകയ്ക്ക് കൊടുത്താലോ കണ്ടവൻ വന്ന് താമസിക്കത്തില്ലേ? വീട് വെച്ചിട്ടെന്ത് കാര്യം? അനുഭവിക്കാൻ യോഗ്യത വേണ്ടേ? വീട് വെക്കണതല്ല പ്രശ്നം, അനുഭവിക്കാൻ യോഗ്യതയാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ ദൈവത്തോട് ചേർന്ന് നമ്മൾ അധ്വാനിക്കണം. അതാണ് കർത്താവ് പറയണത്, എന്നോട് കൂടെ ശേഖരിക്കണം, എന്നോട് കൂടി ശേഖരിക്കാത്തവൻ ചിതറിച്ച് കളയുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ കൂടെ എല്ലാ നീ അനുഭവമോ, ദൈവത്തിൻ്റെ കൂടെ എല്ലാ നീ അനുഗ്രഹമോ, ദൈവത്തിൻ്റെ കൂടെ എല്ലാ നീ അവകാശമോ നേടിയാൽ അനുഭവിക്കാൻ പറ്റാത്തവനെ മാറുന്നെങ്കിൽ, ഒരു അനുഗ്രഹം അനുഭവിക്കണമെങ്കിൽ, ഒരു അവകാശം അനുഭവിക്കണമെങ്കിൽ അത് ദൈവത്തിൻ്റെ കൂടെ ചേരണം. അതായത് നിൻ്റെ സമ്പത്തിൻ്റെ മേലെ, നിൻ്റെ കഴിവിൻ്റെ മേലെ, നിൻ്റെ ഉദ്യോഗത്തിൻ്റെ മേലെ, നിൻ്റെ സൗന്ദര്യത്തിൻ്റെ മേലെ, നിൻ്റെ ആരോഗ്യത്തിൻ്റെ മേലെ, നിൻ്റെ ബിസിനസ്സിൻ്റെ മേലെ ദൈവത്തിന് കൂടി ഒരു പങ്കുണ്ടാകണം. ദൈവത്തിൻ്റെ കൂടി ഒരു ഷെയർ ഉണ്ടാകണം. ദൈവത്തിൻ്റെ നിൻ്റെയും പേരിലായിരിക്കണം ദൈവപൈതലെ നിൻ്റെ അനുഗ്രഹമെന്ന് കർത്താവ് ധൂർത്തപുത്രൻ്റെ മൂത്ത കഥ പറയുന്നുണ്ട്. മൂത്തവനെക്കുറിച്ച് പറയുന്നതാണ്, അവന് അവകാശമുണ്ട്. എൻ്റെ മകനെ എന്നല്ലേ വിളിക്കണം, എൻ്റെ മകനെ എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാണെന്ന് പറയുമ്പോൾ അവന് ഉള്ളതാണ്, മൂത്തവനെയാണ്. പക്ഷേ അത് ഒരു കുരു അരി പോലും നഷ്ടപ്പെട്ടിട്ടില്ല. കാര്യം എന്താണ്? അപ്പന് കൂടി അതിൻ്റെ തപ്പഴും പങ്കുണ്ട്. നിൻ്റെ ഐശ്വര്യത്തിൽ, നിൻ്റെ അനുഗ്രഹത്തിൽ, നിൻ്റെ അവകാശത്തിൽ, നിൻ്റെ അനുഗ്രഹത്തിൽ ദൈവപൈതലെ ദൈവത്തിന് കൂടി പങ്കുണ്ടായിക്കഴിഞ്ഞാൽ അത് സംരക്ഷണമായി, അതിന് വേലിയായി അത് നീ അനുഭവിക്കുക ചെയ്യും. അങ്ങനെ ഉടമ്പടുന്നതിൻ്റെ അനുഭവങ്ങൾ, അനുഗ്രഹങ്ങൾ അനുഭവിക്കുന്നതിൻ്റെ വലിയൊരു കാലഘട്ടം നിന്റെ ജീവിതം തുടങ്ങുകയാണ്. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ പേര് അനു എന്നാണ്. ഞാൻ ഇടുക്കി ജില്ല കട്ടപ്പനയിൽ നിന്നാണ് വരുന്നത്. ആദ്യമായി തന്നെ ഞാൻ അമ്മ മാതാവിനും തിരുക്കുമാരനും
കോടാനുകോടി നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഈ കൃപാസനം അൾത്താരയിൽ നിന്ന് ഞാൻ അമ്മ മാതാവിനോട് ആദ്യമായി ക്ഷമ ചോദിക്കുകയാണ്. ഞാൻ ആദ്യമായി മാതാവിനെക്കുറിച്ച്, കൃപാസനം മാതാവിനെക്കുറിച്ച് അറിയുന്ന ഒരു വ്യക്തിയിൽ നിന്നാണ്. പക്ഷേ ഞാനത് കേട്ടപ്പോൾ വിചാരിച്ച കാര്യം എന്ന് പറയുന്നത്, അവിടെ എല്ലായിടത്തും മാതാവുണ്ടല്ലോ, ഞാനൊരു ദിവസം പോലും വിശുദ്ധ കുർബാന മുടക്കാതെ പള്ളിയിൽ പോകുന്ന ഒരാളാണ്, അന്നേരം ഇത്ര അത്ഭുതങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് എന്തോ ഒരു വേറെ ഏതെങ്കിലും ഒരു ശക്തിയായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ 3 പ്രാവശ്യം മാതാവിനെ തള്ളിപ്പറഞ്ഞ ഒരു വ്യക്തിയാണ്. 2022 മാർച്ച് മാസം ഞാൻ ആദ്യമായി മാതാവിനെക്കുറിച്ച് കേൾക്കുന്നത്. അന്ന് ഒരു ആശുപത്രിയിൽ ഞാൻ പോകുന്ന സമയത്ത് ഒരു ചേച്ചി എനിക്ക് പത്രം തന്നു. ഞാൻ അന്നേരം പറഞ്ഞു, എനിക്ക് പത്രം വേണ്ട, ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും ഒരു ദിവസം പോലും മുടങ്ങാതെ പള്ളിയിൽ പോകുന്നതാണ്. ഞങ്ങളുടെ പള്ളിയിൽ മാറ്റുമുണ്ണിയാളച്ചൻ്റെയും ആമലോത്ഭവ മാതാവിൻ്റെ മധ്യസ്ഥതയുണ്ട്, അതുകൊണ്ട് എനിക്ക് കൃപാസന മാതാവിൻ്റെ ആവശ്യമില്ല എന്ന് അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ആശുപത്രിയിൽ ചെന്നു. എനിക്ക് മൂക്കിന് വേദനയായിട്ടാണ് ഞാൻ ആശുപത്രിയിൽ ചെന്നു, അഡ്മിറ്റായി. അന്നേരം ഞാൻ കട്ടിലേ കിടന്ന് ഇങ്ങനെ പൊളഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു അമ്മച്ചി അടുത്ത് കിടന്ന ഒരു അമ്മച്ചി കൃപാസനത്തിലെ എണ്ണ കൊണ്ടുവന്നിട്ട് എന്നോട് പറഞ്ഞു, മോനെ, ഞാൻ കൃപാസനത്തിൽ പോയി പ്രാർത്ഥിച്ച് കൊണ്ടുവന്ന എണ്ണയാണ്, ഞാൻ നിൻ്റെ നെറ്റിയിൽ കുരിശ് വരച്ച് തരാമെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒട്ടുള്ള ദിവസം ഒരു ചേച്ചി ഈ പത്രം കൊണ്ട് എൻ്റെ ബെഡിൽ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ അനിയത്തി വാങ്ങിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, അതൊന്നും വാങ്ങിക്കണ്ട, അതൊക്കെ ഭയങ്കര കളിപ്പീരാ, നമുക്ക് നമ്മുടെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചാൽ പോരെയെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡിസ്ചാർജായി വീട്ടിൽ പോയി കഴിഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ട് ഇസ്രയേലിന് ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സമയമാണ്. എൻ്റെ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് റെഡിയായി, എനിക്ക് പൈസ റെഡിയായി. ഞാൻ ആദ്യമായിട്ട് ബോംബെക്ക് പോവുകയാണ്. ബോംബെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ പ്രശ്നങ്ങൾ അവിടെ ആരംഭിക്കുക. മാതാവ് മുമ്പേ ആ ചേച്ചി സാക്ഷ്യം പറഞ്ഞതുപോലെ നമുക്ക് ഒത്തിരി കഷ്ടത തരുന്നത് ചിലപ്പം മാതാവിനെക്കുറിച്ച് മനസ്സിലാക്കാനും തിരുക്കുമാരനോട് ഏറ്റവും അടുത്ത് പ്രാർത്ഥിക്കാനുമായിരിക്കും. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 4 പേരാണ് ഇൻ്റർവ്യൂവിന് കയറുന്നത്. ഇൻ്റർവ്യൂവിന് കയറിയ സമയത്ത് എൻ്റെ പാസ്പോർട്ടും എൻ്റെ സർട്ടിഫിക്കറ്റുകളും എല്ലാം എടുത്ത് മാറ്റി വെച്ചിട്ട് ഇൻ്റർവ്യൂ ബോർഡിൽ നിന്ന് പറഞ്ഞു, ഞാൻ അതുപോലെ കഷ്ടപ്പെട്ട് പഠിച്ച് നേഴ്സിങ്ങിനാണെങ്കിൽ തിയറിക്കും പ്രാക്ടിക്കലിനും ഡിസ്റ്റിങ്ഷനോട് ജയിച്ച ഒരാളാണ്, പക്ഷേ എൻ്റെ സർട്ടിഫിക്കറ്റ് മാത്രം ഫേക്കാന്ന് പറഞ്ഞുകൊണ്ട് അവരതെടുത്ത് മാറ്റി വെച്ചു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എനിക്ക് റീ ഇൻ്റർവ്യൂ അടിച്ചു. ഞാൻ തിരിച്ചു വന്നു, റൂമിൽ കയറിയിരുന്നു, ആരോടും മിണ്ടിയില്ല, കരഞ്ഞു, ഒരുപാട് ഞാൻ കരഞ്ഞു. ആ സമയത്താണ് എൻ്റെ ആ റൂമിൽ വേറെ കൊല്ലത്തുള്ളൊരു കൊച്ചുണ്ടായിരുന്നു. ആ കൊച്ചെന്നോട് പറഞ്ഞു, ഇത് ചേച്ചി കൃപാസനത്തിലെ പത്രമാണ്, ചേച്ചി ഇതുപോലെ ബുദ്ധിമുട്ടുന്നതല്ലേ, ഒന്ന് വായിച്ചു നോക്കാൻ പറഞ്ഞു. ഞാൻ ആ പത്രം വായിച്ചു, പ്രാർത്ഥിച്ചു. ഞാൻ ഇവിടുത്തെ ലൈറ്റ് ആൻഡ് ക്യാൻഡിൽസിൻ്റെ പ്രാർത്ഥനയിൽ എനിക്ക് ഇസ്രയേലിന് കയറിപ്പോകാൻ പറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അത് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വിളിച്ചു, കൃപാസനത്തിൽ വിളിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഫോൺ കിട്ടി, പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് എനിക്ക് റീ ഇൻ്റർവ്യൂ അടിച്ച സമയത്ത് അവിടെ ആര് റീ ഇൻ്റർവ്യൂ 2 വർഷം മുന്നേ അടിച്ച് കിട്ടിയിട്ടുണ്ടോ അവരുടെ സർട്ടിഫിക്കറ്റ്, അവരുടെ പാസ്പോർട്ടെ മൊത്തം ബ്ലാക്ക് അടിച്ച് വരുന്ന സമയം. അന്നേരം ഞാൻ ഓർത്തു, എൻ്റെ മാതാവേ, ഇത്രയും കഷ്ടപ്പെട്ടു, ഞാൻ ഇത്രയും പഠിച്ചു, സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങിച്ചു, പക്ഷേ എനിക്ക് കയറിപ്പോകാൻ പറ്റുന്നില്ലല്ലോ എന്നോർത്ത് ഞാൻ ഭയങ്കരമായിട്ട് അവിടെ ഇരുന്നുകൊണ്ട് വിഷമിച്ചു. അന്ന് വൈകിട്ട് ഞാനൊരു സ്വപ്നം കണ്ടു. എൻ്റെ പേരിലൊരു രജിസ്ട്രേഡ് കൊറിയർ വരുന്നു. അപ്പം ഞാൻ എന്നും പോകുന്ന പള്ളിയുടെ താഴെ നിൽക്കുമ്പോഴാണ് എനിക്ക് ഈ കൊറിയർ വരുന്നത്. ആ കൊറിയർ പൊട്ടിച്ചു. എൻ്റെ വലത് കൈയിലോട്ട് അത് പൊട്ടിച്ചിട്ട് കഴിഞ്ഞപ്പം മാതാവിൻ്റെ ഒരു ചുമല കളറിലുള്ളൊരു രൂപം എനിക്ക് കിട്ടി, വട്ടത്തിലിരിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ സ്വപ്നം കണ്ടത്. അത് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ആകെപ്പാടെ വെപ്രാളമായി. ദൈവമേ, മാതാവ് ഞാൻ കണ്ടേക്കുന്നത് നീല കളറ്, അല്ലെങ്കിൽ ഇവിടുത്തെ മാതാവാണ് സിൽവർ കളറിൽ, എനിക്കെന്താ ചുമല കളറ് കിട്ടിയേ, ഇനി എനിക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കാനാണോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആ ബോംബെയിലുണ്ടായിരുന്ന എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന എല്ലാവരോടും ചോദിച്ചിട്ട് എല്ലാവരും പറഞ്ഞു ഞങ്ങൾക്ക് അറിയത്തില്ലെന്ന്. അപ്പോൾ ആലപ്പുഴയിലുണ്ട് ഒരു മായ എന്ന് പറയുന്നൊരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചി എന്നോട് പറഞ്ഞു, നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, മാതാവ് നിന്നെ സ്വപ്നത്തിൽ കൂടെ കാണിച്ചു തന്നത് മാതാവിൻ്റെ രക്തക്കണ്ണീരോട് ചേർത്ത് വെച്ച് മാതാവ് തിരുക്കുമാരനോട് നിനക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ആ ചേച്ചി പറഞ്ഞു. ഞാനത് വിശ്വസിച്ചു. ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ, എനിക്ക്
റീ ഇൻ്റർവ്യൂ അടിച്ച് എനിക്ക് അവിടെ പോയി ഞാൻ പാസ്സാകുവാണ്, എനിക്കൊരു 3 ദിവസത്തെ സമയം തന്നാൽ ഞാൻ ഇവിടെ കൃപാസനത്തിൽ വന്നേക്കാമെന്ന് പറഞ്ഞു. അവിടെ ചെന്നു 1.5 മണിക്കൂർ എന്നെ 2 പേരും പിന്നെ കോൺസുലേറ്റിലെ ഒരു ആളും കൂടെ എന്നെ ഇൻ്റർവ്യൂ ചെയ്തു. അന്ന് എനിക്ക് അത്ര ക്ലിയറായിട്ട് ഇംഗ്ലീഷ് അറിയത്തില്ല. ഞാൻ മലയാളം മീഡിയത്തിൽ പഠിച്ച ഒരാളായതുകൊണ്ട് എനിക്ക് അത്ര ഫ്ലുവൻ്റായിട്ട് ഇംഗ്ലീഷ് അന്ന് സംസാരിക്കാൻ അറിയത്തില്ലായിരുന്നു. പക്ഷേ എനിക്ക് വലിയൊരു അത്ഭുതമാണ് ഉണ്ടായത്. ഞാൻ ഇന്നും വിശ്വസിക്കുന്നു അത് അമ്മ എനിക്ക് വേണ്ടി പകരം അവിടെ വന്നിരുന്നുകൊണ്ട് സംസാരിച്ചു. അവർ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം അതേപോലെ തന്നെ എനിക്ക് മറുപടി പറയാൻ പറ്റി. എൻ്റെ പാസ്പോർട്ട് റിലീസ് ചെയ്ത് കിട്ടി. ഞാൻ ഇസ്രയേലിൽ പോയി ജോലി ചെയ്യാൻ തുടങ്ങി. അവിടെ ചെന്നപ്പം എനിക്ക് ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ജോലി. പക്ഷേ അന്നേരപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ നദാനിയ എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിരുന്നു ജോലി ചെയ്യുന്നത്. അന്നേരം ഇവിടെയായിരുന്നപ്പോൾ ഞാൻ എന്നും വിശുദ്ധ കുർബാന മുടക്കാതെ പോകുന്നത് കൊണ്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, മാതാവേ എനിക്ക് എല്ലാ പ്രാവശ്യവും എല്ലാ ആഴ്ചയും ജെറുസലേമിലാണ് 6 മണിക്കൂർ സമയം കിട്ടും, എനിക്ക് കുർബാനയ്ക്ക് പോകാൻ പറ്റണം, എനിക്ക് എൻ്റെ ജോലി മാറി തരണമെന്ന് പറഞ്ഞ് ഞാൻ അവിടുന്ന് പ്രാർത്ഥിച്ചു. ഞാൻ അന്നേരം ചെയ്തുകൊണ്ടിരുന്ന ജോലിയിൽ നിന്ന് ഞാൻ അവിടെ ജോലിക്ക് കയറിയ സമയത്ത് ആ അമ്മച്ചി ഒരു സൈഡ് തളർന്നു പോയ അമ്മച്ചിയായിരുന്നു. 6 മാസം കഴിഞ്ഞപ്പം അവർ പറഞ്ഞു എനിക്ക് ഹീബ്രു അത്ര അറിയത്തില്ലാത്തതുകൊണ്ട് എന്നെ അവിടുന്ന് ടെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് വാവിട്ട് കരഞ്ഞു, എൻ്റെ അമ്മയും മാതാവേ എനിക്ക് ഇപ്പോഴും നന്നായിട്ട് ഇംഗ്ലീഷും അറിയത്തില്ല, ഹീബ്രു അറിയത്തില്ല, ഞാൻ എന്ത് ചെയ്യുമെന്ന് ഓർത്തുകൊണ്ട് കരഞ്ഞു കഴിഞ്ഞപ്പം അവരെനിക്ക് തന്ന ടെർമിനേഷൻ ലെറ്ററിൻ്റെ അകത്ത് എഴുതിയിരുന്നത് ഞങ്ങളുടെ അമ്മയ്ക്ക് ഹീബ്രു മാത്രമേ അറിയത്തുള്ളൂ, നോക്കുന്ന കെയർ ഗീവറിന് നന്നായിട്ട് ഹീബ്രു അറിയത്തില്ലാത്തതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ഉള്ളതുകൊണ്ട് മാത്രം ഇവളെ മാറ്റുന്നതെന്ന് പറഞ്ഞുകൊണ്ട് എഴുതി തന്നു. ഞാൻ ചെന്ന ഏജൻസികളിലെല്ലാം ആ വീട്ടുകാർ എന്നെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായം പറഞ്ഞു. അങ്ങനെ എനിക്ക് ജെറുസലേമിൽ എല്ലാവരും എൻ്റെ കൂട്ടുകാരെക്കാട്ടിലും ഇപ്പം നിലവിൽ ജോലി ചെയ്യുന്നത് എല്ലാവരെക്കാട്ടിലും ഇരട്ടി സാലറിയിൽ എനിക്കൊരു ജോലി തന്നു. ആ ജോലി എനിക്ക് കിട്ടി. ആ വീട്ടുകാരെന്നെ സ്വന്തം അവരുടെ വീട്ടിൽ ഒരംഗത്തെ പോലെ കണ്ടു. എനിക്കെല്ലാ സുഖ സൗകര്യങ്ങളുമായി ഞാൻ ഒരു വീട് ആഗ്രഹിച്ചാണ് ഇവിടുന്ന് കയറിപ്പോകുന്നത്. ദൈവം ഞങ്ങളുടെ 2019 പ്രളയത്തിൽ ഞങ്ങളുടെ വീടിൻ്റെ മണ്ടേ വന്ന് ഉരുള് പൊട്ടിയിരുന്ന് ഞങ്ങൾക്കുള്ളത് സമ്പത്ത് മൊത്തം നശിച്ചു പോയി. ഉടുതുണി മാത്രമേ ഉള്ളായിരുന്നു ഞങ്ങൾക്ക് മിച്ചം. പക്ഷേ തമ്പുരാൻ ഞങ്ങൾക്ക് തന്നപ്പം അമ്മ മാതാവ് തിരുക്കുമാരനോട് അപേക്ഷിച്ച് ഞങ്ങൾക്ക് തന്നപ്പം ഒരു വീട് ആഗ്രഹിച്ചു പോയി എനിക്ക് 2 വീട്. ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ ഞങ്ങൾക്ക് 3-4 ഏക്കർ സ്ഥലമുണ്ട്, 10-15 ലക്ഷം രൂപയുടെ വണ്ടി. സൗഭാഗ്യങ്ങളുടെ നടുക്ക് മാതാവ് എന്നെ കൊണ്ടുവന്ന് എത്തിച്ചപ്പം എനിക്കതുകൊണ്ടാണ് ഇത്രയും സങ്കടം വരുന്നത്. ഞാൻ മാതാവ് അവിടെയായിരുന്നപ്പോൾ ഞാൻ എപ്പോഴും ഓർക്കുമായിരുന്നു, മാതാവേ എല്ലാവർക്കും 45 ദിവസമേ ലീവ് കിട്ടത്തുള്ളൂ. എൻ്റെ 4ാമത്തെ കുഞ്ഞിന് 9 മാസമായപ്പോൾ ഞാൻ ഇസ്രയേലിന് കയറിപ്പോയതാണ്. ഇപ്പോൾ അവൾക്ക് 3 വയസ്സായി. എനിക്കൊരു 2 മാസം ലീവ് വേണം മാതാവേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു. ഞാൻ അന്നൊക്കെ അവിടെ തന്നെ ആയിരുന്നത് കൊണ്ടായിരിക്കാം ഞാൻ ബൈബിൾ വായിക്കുമായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു, ജപമാല ചൊല്ലുമായിരുന്നു, എല്ലാം ചെയ്യുമായിരുന്നു. ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന വീട്ടിൽ എനിക്ക് സർവ്വ സ്വാതന്ത്ര്യമായിരുന്നു. അങ്ങനെ എനിക്ക് ചോദിച്ച ഉടനെ അവർ 2 മാസത്തെ ലീവ് തന്നു. എന്നോട് പറഞ്ഞു, അനു നീ വീട്ടിൽ പോക്കോ, കുഴപ്പമില്ല, നീ പകരം ഒരു റിലീവറെ പോലും തരണ്ട, ഞങ്ങൾ തന്നെ ആളെ നോക്കാനാക്കിക്കൊള്ളാമെന്ന് പറഞ്ഞു. ഞാൻ സന്തോഷത്തോടെ 2 മാസത്തേന് വീട്ടിലോട്ട് ലീവിന് വന്നു കഴിഞ്ഞപ്പം അവിടെ വെച്ച് എപ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നുമായിരുന്നു, ഈ പ്രാവശ്യം മെയ് മാസം 1-ാം തീയതി മാതാവേ ഞാൻ വീട്ടിൽ ചെല്ലുമ്പം കൃപാസനത്തിൽ പോയി സാക്ഷ്യം പറഞ്ഞേക്കാം എന്ന് എൻ്റെ മനസ്സിൽ എപ്പോഴും തോന്നുമായിരുന്നു. പക്ഷേ ഞാൻ ഇവിടെ വന്ന് എനിക്ക് തമ്പുരാൻ അത്ര സൗഭാഗ്യം തന്നതുകൊണ്ടായിരിക്കാം ഞാൻ എൻ്റെ മാതാവിനെ മറന്നു എന്ന് പറയുന്നതായിരിക്കും സത്യം. ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇനി സാക്ഷ്യം പറയുന്ന ഇത്ര ആൾക്കാരുള്ളത് കൊണ്ട് എങ്ങനെ മുമ്പിൽ വന്ന് സാക്ഷ്യം പറയുമെന്ന് ഓർത്തുകൊണ്ടാണോ എന്താണെന്ന് അറിയത്തില്ല, ഞാൻ വന്ന് സാക്ഷ്യം പറഞ്ഞില്ല. അങ്ങനെ ഈ മാസം 16-ാം തീയതി എനിക്ക് തിരിച്ചു പോകാനുള്ള റിട്ടേൺ ടിക്കറ്റ് എടുത്തിട്ടാണ് ഞാൻ വന്നത്. എല്ലായിടത്തും മക്കളെയും കൊണ്ട് പോയി ഭയങ്കര സന്തോഷമായിട്ട് ഇരുന്നു. 13-ാം തീയതി ബാഗെല്ലാം കെട്ടി തിരിച്ചു പോകാൻ അങ്ങോട്ട് എംപ്ലോയറെ വിളിച്ച് പറഞ്ഞു, ഞാൻ തിരിച്ചു വരുവാണെന്ന് പറഞ്ഞു. എല്ലാ കാര്യങ്ങളും റെഡിയാക്കി കഴിഞ്ഞപ്പം 13-ാം തീയതി ഇസ്രയേലും ഇറാനും തമ്മിലുള്ള യുദ്ധം തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും അത്യാവശ്യം എനിക്ക് നല്ല സാലറി ഉള്ളത് കൊണ്ട് ഞാൻ ഒരു 2 ചിട്ടി പിടിച്ചുകൊണ്ടാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത്. അപ്പം ഞാൻ നോക്കിക്കഴിഞ്ഞപ്പം എനിക്ക് 1-2 മാസങ്ങൾ പിടിച്ചു നിൽക്കാനുള്ള പൈസ എൻ്റെ കയ്യിലുണ്ട്. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? 4 കുഞ്ഞുങ്ങൾ പഠിക്കുന്നു. എനിക്ക് പെട്ടെന്ന് മാനസിക നില തെറ്റിപ്പോകുന്നത് പോലെ എനിക്ക് തോന്നി. എനിക്ക് 2 ദിവസമായിട്ട് എനിക്ക് വിശപ്പില്ല. എൻ്റെ എംപ്ലോയറെ വിളിച്ചിട്ടാണ് ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല.
എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ ഞാൻ ഇങ്ങനെ ഇരുന്ന സമയത്ത് 15-ാം തീയതി എന്നെ ജയസമ്മ എന്ന് പറയുന്ന ഒരു ചേച്ചി വിളിച്ചു. അവരിപ്പോൾ ന്യൂസിലൻഡിലാണ്. അന്നേരം എൻ്റെ കൂട്ടുകാരിയാണ് ജ്യോതിസ്. അവൾ നേഴ്സിംഗ് പഠിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവരുടെ വീട്ടിലും. അന്നേരം കൃപാസനത്തിൽ വന്നു പ്രാർത്ഥിച്ചു. ജയസമ്മ ചേച്ചി ലാസ്റ്റ് എന്നോട് വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, കൃപാസനത്തിൽ വന്നു ജ്യോതിസ് ഞാനും കൂടെ പ്രാർത്ഥിച്ചു, സാക്ഷ്യം പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവൾക്ക് ഒരു ഇൻ്റർവ്യൂ പോലും അറ്റൻഡ് ചെയ്യാതെ, ഒരു ഏജൻസിക്കാർ പോലും ഇല്ലാതെ അവർ ന്യൂസിലൻഡിൽ പോയി. 6 മാസം കഴിഞ്ഞപ്പം അവർക്ക് അവിടെ PR കിട്ടിയെന്ന് പറഞ്ഞു. അന്നേരം എനിക്ക് തോന്നി, ഞാൻ മാതാവിൻ്റെ അടുത്ത് അനുസരണക്കേടും എനിക്ക് തന്ന നന്മകൾക്കെല്ലാം ഞാൻ നന്ദികേട് കാണിച്ചതുകൊണ്ട് ഒരാളെ കൊണ്ട് മാതാവ് എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ്. അന്നേരം ഞാൻ പെട്ടെന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മേ മാതാവേ എന്നോട് ക്ഷമിക്കണം, ഞാൻ ചെയ്ത തെറ്റുകൾ എന്നോട് ക്ഷമിക്കണം. തെറ്റ് ചെയ്താൽ അമ്മയ്ക്ക് മക്കളോട് ക്ഷമിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് മാതാവേ എനിക്ക് നാളത്തെ ദിവസം ഞാൻ ഈ ഭൂമി ജീവനോടുണ്ട്, ഞാൻ കൃപാസനത്തിൽ വന്നേക്കാമെന്ന് പറഞ്ഞു. ഞാൻ 16-ാം തീയതി, ഈ മാസം 16-ാം തീയതി ഇവിടെ വന്നു. 16-ാം തീയതി രാവിലെ ഞാൻ ഫ്ലൈറ്റിന് പോകേണ്ട സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി കൃപാസനത്തിൽ വന്നു. വീണ്ടും ഉടമ്പടി എടുത്തു. ഞാൻ ജെറുസലേമിൽ എൻ്റെ ജോലി ചെയ്യുന്ന അവിടെ ചെല്ലേണ്ട സമയത്ത് ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ തിരിച്ചു ചെന്നു. ഞാൻ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് പോയത്. പക്ഷേ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ചൊവ്വാഴ്ച ഞാനിവിടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ഓൺലൈൻ ധ്യാനത്തിൽ പങ്കെടുത്തു. അന്നേരം അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, ഇവിടെ ഉടമ്പടി വെക്കുന്നത് 6 ഉടമ്പടികളാണ് വെക്കുന്നത്. അതിന് ഒരു കാരണമുണ്ട്. യേശു കാനായിലെ കല്യാണത്തിന് ആദ്യമായിട്ട് അത്ഭുതം ചെയ്തത് 6 കൽഭരണികളിലാണ്. അതുപോലെ തന്നെ 6 ദിവസം കൊണ്ട് യേശു ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. 7-ാം ദിവസം സമാധാനമായിട്ടിരുന്നു. അതുകൊണ്ട് നീ 6 ദിവസങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നീ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചോ, നിൻ്റെ കാര്യങ്ങൾ സാധിക്കുമെന്ന് പറഞ്ഞു. ഞാൻ അന്ന് മുതൽ വീണ്ടും നന്നായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി, ബൈബിള് വായിക്കാൻ തുടങ്ങി. ഞാൻ അന്നേരം അമ്മ മാതാവിനോട് എന്ത് സങ്കടം ഉണ്ടെങ്കിലും നേരത്തെ ഒരാളോട് പറയുന്നത് പോലെ പറയുമായിരുന്നു. എൻ്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഞാൻ വേറെ ആരോടും പറയാൻ പോവുകയില്ല. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, അമ്മ മാതാവേ ഞാൻ പോയി 6 ദിവസം എന്നാണല്ലോ അച്ഛൻ പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ ഒരു കൂട്ടുകാരി വിളിക്കും, എടി നീ കൃപാസനത്തിൽ പോയതല്ലേ, പ്രാർത്ഥിച്ചതല്ലേ. എന്നിട്ട് കഴിഞ്ഞ ഞായറാഴ്ച ആയപ്പോഴത്തേക്കും അവൾ എന്നോട് ചോദിച്ചു, എടി നിൻ്റെ ശനിയാഴ്ച എന്നോട് ചോദിച്ചു, എടി നീ കൃപാസനത്തിൽ പോയിട്ട് നിൻ്റെ മാതാവ് എന്നാടി അത്ഭുതമൊന്നും പ്രവർത്തിച്ചില്ലെന്ന് ചോദിച്ചു. അന്നേരം ഞാൻ പറഞ്ഞു, ഒരു ദിവസം കൂടെ ഉണ്ടല്ലോ, ഞാൻ ഇവിടെ വന്ന് കഴിഞ്ഞ 16-ാം തീയതി എഴുതി കൊടുത്തേ, എൻ്റെ റീഎൻട്രി 23-ാം തീയതി തീരും. റീഎൻട്രി തീർന്നു കഴിഞ്ഞാൽ ഒരിക്കലും പിന്നെ ഇസ്രയേലിന് തിരിച്ചു ചെല്ലാൻ പറ്റത്തില്ല. അപ്പോൾ എൻ്റെ റീഎൻട്രി തീരുന്നതിന് മുന്നേ എനിക്ക് റീഎൻട്രി പുതുക്കി കിട്ടണം എന്നായിരുന്നു ഞാൻ ആദ്യത്തെ നിയോഗം വെച്ചിരുന്നത്. ആ റീഎൻട്രി എനിക്ക് യുദ്ധം തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും യുദ്ധം തുടങ്ങിയ 6-ാമത്തെ ദിവസം ഞാൻ ഇപ്പോഴും ഈ ആൾക്കാരിൽ നിന്നുകൊണ്ട് പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. ആ 6-ാം ദിവസമാണ് ആദ്യമായിട്ട് ഇസ്രയേലിലുള്ള സിവിലിയൻസിനെ മാത്രം കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് അവർ അവിടുത്തെ എയർപോർട്ട് ഭാഗികമായിട്ട് ഓപ്പൺ ചെയ്തു. അത് കഴിഞ്ഞിട്ട് എൻ്റെ 23-ാം തീയതി എൻ്റെ റീഎൻട്രി തീരുന്നതിൻ്റെ തലേദിവസം തന്നെ ഞങ്ങളുടെ ഇസ്രയേലിൻ്റെ കോൺസുലേറ്റിൽ നിന്ന് ഓർഡർ വന്നു. എല്ലാവരും ഈ യുദ്ധത്തിൻ്റെ സമയത്ത് കയറിപ്പോകാൻ പറ്റാത്ത എല്ലാവർക്കും ജൂലൈ 31-ാം തീയതി വരെ റീഎൻട്രി ഓട്ടോമാറ്റിക്കലായിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കയ്യിൽ അതിൻ്റെ പേപ്പർ എൻ്റെ വീട്ടുകാർ അയച്ചു തന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ എല്ലാ കാര്യങ്ങളും മാതാവ് എനിക്ക് പിന്നെ ഭയങ്കരമായിട്ട് സ്പീഡപ്പാക്കി തന്നു. അന്നേരം അച്ഛൻ ഒരു കാര്യം കൂടെ പറഞ്ഞു, നിന്നെയും കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ നീ അത് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് ആ ധ്യാനത്തിൽ പറഞ്ഞായിരുന്നു. ഞാൻ വിശ്വസിച്ചു, പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ എൻ്റെ കൂട്ടത്തിൽ ഇവിടെ പോകാൻ പറ്റാതെ നിൽക്കുന്ന കൂട്ടുകാർക്കെല്ലാം ഫ്ലൈറ്റ് റീഷെഡ്യൂൾ ചെയ്ത് കിട്ടിയില്ല. പക്ഷേ ഞാൻ ഇന്ന് രാവിലെ 4 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ എൻ്റെ ഫോണിൽ എൻ്റെ 2-ാം തീയതി എൻ്റെ ടിക്കറ്റ് കൺഫേം ആയിട്ടുണ്ട്, തിരിച്ചെനിക്ക് കയറിപ്പോകാം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ കാര്യങ്ങളും മാതാവ് എൻ്റെ കയ്യിൽ നിന്ന് 1 രൂപ പോലും പോകാതെ ഞാനെന്നാൽ ജോർദാൻ വഴി പോകാം. അന്നേരം എൻ്റെ വീട്ടുകാർ പറഞ്ഞു അതുവഴി വരരുത്, ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞു, അവിടെ അപകട സാധ്യത ഉണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് 1 രൂപ പോലും പോകാതെ മാതാവ് എനിക്ക് എൻ്റെ ടിക്കറ്റ് അത് റീഷെഡ്യൂൾ ചെയ്ത് തന്നു, എന്നെ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ എൻ്റെ മൂത്ത മകന് പഠിക്കാൻ ഇച്ചിരി പുറകോട്ടായിരുന്നു. ഞാൻ അന്ന് 2 വർഷം മുന്നേ ഇവിടെ വന്നപ്പോൾ നിയോഗം വെച്ചിരുന്നു, അവനെ നന്നായിട്ട് പഠിപ്പിക്കണേ മാതാവേ എന്ന് പറഞ്ഞുകൊണ്ട്. ഇപ്പോൾ അവൻ ക്ലാസ്സിൽ 10ലാണ് അവൻ പഠിക്കുന്നത്. അവൻ പഠിക്കുന്ന സ്കൂളിൽ അവൻ ക്ലാസ്സിൽ സെക്കൻഡാണ്. എനിക്ക് 4 മക്കളുണ്ട്. ബാക്കി 3 പേരും അവർ പഠിക്കുന്ന സ്കൂളിൽ
ഫസ്റ്റായിട്ട് നന്നായിട്ട് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു, നിയന്ത്രിക്കാൻ പറ്റാത്ത ദേഷ്യം എനിക്ക് വരുമായിരുന്നു. അന്നേരം ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയി ഉപ്പ് എനിക്ക് ദേഷ്യം വരുന്ന സമയത്ത് ഞാൻ എൻ്റെ നാക്കിലെടുത്ത് വെക്കും, എന്നിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലും. എനിക്ക് ഒത്തിരി 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 എൻ്റെ സ്വഭാവത്തിനൊക്കെ മാറ്റം വന്നു. എനിക്ക് മാതാവ് ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നു. മാതാവ് തന്ന അനുഗ്രഹങ്ങൾ എനിക്ക് 2 വർഷം കൊണ്ട് തന്ന അനുഗ്രഹങ്ങൾ പറഞ്ഞാൽ എനിക്ക് ഇന്ന് ഒരു ദിവസം മതിയാകുമെന്ന് തോന്നുന്നില്ല. അതുപോലെ മാതാവ് തിരുക്കുമാരനോട് അപേക്ഷിച്ച് എന്നെ സൗഭാഗ്യത്തിൻ്റെ മടിത്തട്ടി കൊണ്ടെത്തിച്ചു. ഇനി മാതാവിൻ്റെ അടുത്തുനിന്ന് ഞാൻ അനുസരണക്കേട് കാണിച്ചു പോകത്തില്ല. എനിക്ക് അത് മാനുഷികമായിട്ട് സംഭവിച്ചതായിരിക്കും. ഞാൻ മാതാവിനോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ് വീണ്ടും. പിന്നെ ഞാൻ ഇവിടുന്ന് കിട്ടിയ പത്രം, ഞാൻ മഹാരാഷ്ട്രയിൽ നിന്ന് വന്നാണ് ആദ്യത്തെ ഉടമ്പടി വെച്ചത്. അന്ന് എനിക്ക് കന്നഡ പത്രവും മലയാളം പത്രവും കിട്ടിയായിരുന്നു. മലയാളം പത്രം ഞാൻ അവിടെ ഓരോരുത്തർക്കും കൊടുത്തു. പക്ഷേ കന്നഡ എനിക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ കൊണ്ടുവന്ന് പള്ളിയിൽ കൊണ്ട് കൊടുത്തിട്ട് അവിടെ വരുന്ന കന്നഡയിലുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വെച്ചു. അങ്ങനെ ദൈവം എനിക്ക് ഒത്തിരി നന്മകൾ ചെയ്തു. പിന്നെ ഞാൻ എൻ്റെ അടുത്ത് ആരെങ്കിലും ഒരു ബുദ്ധിമുട്ട് ആന്ന് പറഞ്ഞ് എന്തെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ അവരെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ മക്കളെ പഠിപ്പിക്കുന്നത് കൂടാതെ ഞാൻ ഒരു കുട്ടീനെയും കൂടെ പഠിപ്പിക്കുന്നുണ്ട്. അതല്ലാതെ ഇനി എനിക്ക് അന്ന് ജോസഫ് അച്ഛൻ ധ്യാനത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞിരുന്നു, നിങ്ങൾ ഈ പ്രായത്തിൽ വളർന്നു വരുന്നതല്ലാതെ നിങ്ങൾ ആത്മീയത്തിലും കൂടെ വളരണമെന്ന്. ഞാൻ ആത്മീയമായിട്ട് ശിശുവാണെന്ന് എനിക്കറിയാം. എൻ്റെ ഭാഗത്തുനിന്ന് എൻ്റെ അമ്മ മാതാവിൻ്റെ തിരുക്കുമാരൻ്റെ അടുത്ത് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി ഞാനിനി മുന്നോട്ട് ജീവിച്ചോളാന്ന് ഉടമ്പടി ചെയ്യുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 24-ാം തിരുവചനം പറയുന്നു, ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. അതുമൂലം നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യും. ഈശോയുടെ നാമത്തിൽ നാം എന്ത് ചോദിച്ചാലും നമുക്ക് ലഭിക്കും എന്ന വലിയ ഉറപ്പാണ് ഉടമ്പടിയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അനുമോൾ നല്ലൊരു ക്രിസ്ത്യാനിയായിരുന്നു എന്ന് വളരെയധികം അഭിമാനിച്ചിരുന്നൊരു വ്യക്തിയാണ്. എല്ലാ പള്ളികളിലും ഉള്ള മാതാവ് തന്നെയാണ് എൻ്റെ പള്ളിയിലും ഉള്ളത്. ഞാൻ എന്തിന് കൃപാസനം മാതാവിനെ അനുകരിക്കണം, അല്ലെങ്കിൽ അവിടെ പോയി പ്രാർത്ഥിക്കണം, അവിടുത്തെ പത്രം എന്തിനു വായിക്കണം? എൻ്റെ പള്ളിയിലും നല്ല സർക്കുലേഷൻ ഉള്ളതാണല്ലോ, എൻ്റെ പള്ളിയിലും മാതാവ് ഉള്ളതാണല്ലോ. അങ്ങനെ കൃപാസനം പത്രമൊന്നും എനിക്ക് വേണ്ട, കൃപാസനം എണ്ണ എനിക്ക് വേണ്ട. അനിയത്തിയും കൂട്ടുകാരും ഈവൻ ഹോസ്പിറ്റലിലായിരുന്നപ്പോൾ പോലും ഒരു എണ്ണ തേച്ച് വന്ന് ഇവിടുത്തെ വിശുദ്ധ തൈലം തേച്ച് പ്രാർത്ഥിക്കാൻ വന്ന ചേച്ചിയെ പോലും തടസ്സപ്പെടുത്തിയ ഒരു അനുവാണ്. ഇന്ന് ഇത്രയ്ക്കും പരിശുദ്ധ അമ്മയോട് സ്നേഹത്തോടെ ഈശോയെ വിട്ടുപിരിയാൻ പറ്റാത്ത വിധം ക്ഷമ ചോദിച്ചും വലിയ അനുഗ്രഹത്തോടെ ഈ മകൾ ഇന്ന് ഈ അൾത്താരയിൽ നിൽക്കുന്നത്. തനിക്ക് വലിയ വലിയ സൗഭാഗ്യങ്ങൾ ലഭിച്ചപ്പോൾ ഉടമ്പടിയിൽ നിന്ന് അല്പം തെന്നിപ്പോയ ആ ഉടമ്പടിയെ മറന്നുപോയ അനുവിൻ്റെ ഒരു വലിയ ജീവിതസാക്ഷ്യമായിരുന്നു. തന്നെ ഇസ്രായേലിലേക്ക് കൊണ്ടുപോകുവാനും അവിടുന്ന് ഇനി തന്നെ ടെർമിനേറ്റ് ചെയ്ത് അവിടുന്ന് ജെറുസലേമിലേക്ക് മാറ്റി അവിടെ ഒരു വലിയ സൗഭാഗ്യങ്ങളും തനിക്ക് കാറ്, വീട്, എല്ലാ സൗഭാഗ്യങ്ങളും എല്ലാം വന്നു കഴിഞ്ഞപ്പോൾ ഒരല്പം മാതാവിൽ നിന്നകന്നു. ഇതെല്ലാം എനിക്കുണ്ടല്ലോ എന്നൊക്കെ തൻ്റെ സന്തോഷങ്ങളിൽ മാത്രം നിലനിന്ന് ഈശോയെ മറന്നുപോയ ഒരു നിമിഷത്തെ ഓർത്താണ് ഇപ്പോൾ ഇവിടെ ഓടി വന്ന് അനു സാക്ഷ്യം പറഞ്ഞ് ഈശോയോട് മാപ്പ് ചോദിക്കുന്നതും നന്ദി പറയുന്നതും. ഈശോയുടെ സ്നേഹം നാം പങ്കുവെച്ചു കഴിഞ്ഞാൽ ഈശോയ്ക്ക് ക്ഷമിക്കാനും സ്നേഹിക്കാനും മാത്രമേ അറിയൂ എന്ന് നമുക്കറിയാം. നമ്മെ സ്നേഹിച്ചുകൊണ്ട് നമ്മെ വാരിപ്പുണരുന്നൊരു വലിയ സ്നേഹമാണ് കുരിശിൽ കിടന്നുകൊണ്ട് നമുക്ക് നൽകിയിട്ടുള്ളത്. തൻ്റെ എല്ലാ ജോലി അവസ്ഥകളിലും തനിക്ക് ലാംഗ്വേജ് ഇല്ല, പക്ഷേ സ്നേഹിക്കാൻ അറിയാം. ഉടമ്പടിയിലൂടെ പരിശുദ്ധ അമ്മ ഈ മകളെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഈ മകൾ പറയുകയായിരുന്നു, എനിക്ക് ആധ്യാത്മികമായി വളരാനുള്ള ദാഹം കൊണ്ട് എനിക്ക് ദേഷ്യം വരുമ്പോഴെല്ലാം ഞാൻ വിശുദ്ധ ഉപ്പെടുത്ത് എൻ്റെ നാവിൽ വെച്ച് എൻ്റെ ദേഷ്യത്തെ നിയന്ത്രിക്കുമായിരുന്നു. എനിക്ക് വളരെ അത്ഭുതം തോന്നുകയാണ്. നമുക്ക് ചിലപ്പോൾ അരിശം വരുമ്പോൾ ഉപ്പെടുക്കാൻ പോകാനുള്ള ക്ഷമ നമുക്കുണ്ടോ എന്ന് മാത്രം ഞാൻ ചിന്തിച്ചു പോവുകയാണ്. അത്രയ്ക്കും കൃപ ഈ മകൾക്ക് ഇന്ന് ലഭിച്ചിരിക്കുകയാണ് ഉടമ്പടിയിലൂടെ. ഉടമ്പടി എടുക്കുന്നവർക്ക് സ്വപ്നത്തിലൂടെയും മഴവില്ലിലൂടെയും തിരുനാളത്തിലൂടെയെല്ലാം അമ്മ എപ്പോഴും സമീപസ്ഥയാണ്. സുഗന്ധാഭിഷേകത്തിലൂടെയെല്ലാം ഇന്ന് അമ്മ നമുക്ക് സമീപസ്ഥയാകുന്ന വലിയ അനുഭവമാണ് അനുമോൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. തനിക്ക് പണ്ടുണ്ടായിരുന്ന എല്ലാ വ്യർത്ഥമായ എല്ലാ അറിവുകളെയും ഇന്ന് പിന്നിലേക്കിട്ട് നിത്യതയിലേക്ക് പ്രയാണം ചെയ്യുന്ന അനുമോൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവർക്ക് ലഭിച്ച എല്ലാ
ആന്തരിക ലൗകിക ഭൗതിക സൗഭാഗ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് നന്ദി പറയാം. ഇതുപോലെ വേദനിക്കുന്നവരും ജോലിയില്ലാതെ വിഷമിക്കുന്നവരും പ്രവാസികളായിട്ടുള്ള എല്ലാ മക്കൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും അനുമോൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.